അങ്ങനെ നമ്മൾ കല്ലട ഡാമിലെത്തിയിട്ടുണ്ട്. തെന്മലയിലെ ഇറിഗേഷൻ പ്രോജക്റ്റാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. തെന്മല പാലത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ തെന്മല ഡാമിലെത്തിയിട്ടുണ്ട്. ഡാം വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. അപ്പം നമ്മൾ തെന്മല ഡാമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൽപ്പെട്ട ഡാമാണിത്. KSEBയുടെ കൺട്രോളിലാണ് ഈ ഡാം ഇരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമുക്കാലും ഡാമുകൾ KSEBയുടെ അണ്ടറിലാണ്. അപ്പം നമ്മൾ ഡാമിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വഴിയിൽ വെച്ച് കല്ലട ഡാം കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയി അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇത് ഓഫീസേഴ്സിൻ്റെ ബിൽഡിങ്ങാണ്, ഓഫീസ് ബിൽഡിങ്. 3 ജില്ലകൾ ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആലപ്പുഴ നമുക്ക് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വേണം കയറി ചെല്ലാൻ. അതുകൊണ്ടാണ് നമ്മളത് ഇട്ടിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മറ്റ് 2 ജില്ലകളൂടെ കയറാനുണ്ട്, തീരാൻ പോവുകയാണ്. തിരുവനന്തപുരം കഴിഞ്ഞു. തിരുവനന്തപുരത്തിൻ്റെ കടൽ മേഖലയും മലയോര മേഖലയും നമ്മൾ തീർത്ത് നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നടന്ന് ഞാനും കുഞ്ഞിയും കൂടി ഈ നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ കുഞ്ഞി? നടന്ന് നമ്മൾ കാടും നാടും എല്ലാം കാണുക അല്ലേ? നാട്ടിലൂടെ വന്ന് കാട്ടിക്കയറുന്ന സ്വഭാവം നമ്മുടെ. ഇക്കോ ടൂറിസം പദ്ധതി എന്നും പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണെന്നറിയില്ല. കുരങ്ങുകൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പദ്ധതി ഉണ്ടാക്കിയിടേണ്ട കാര്യമുണ്ടോ? ബുദ്ധ കേരളത്തിലെ ഡാം കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. മുകളിലേക്കുള്ള വഴിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ഇവിടെ വന്ന് കയറി വന്നപ്പോഴത്തേനും ഒരു റെസ്റ്റിംഗ് പ്ലേസ് കണ്ട്, നല്ല മരത്തിൻ്റെ ചോട്ടിൽ. പക്ഷേ ഉയരക്കൂടുതലുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ചാടിക്കയറി ഇരുന്നാൽ മതി. പെണ്ണുങ്ങൾക്കൊന്നും ഇരിക്കാൻ പറ്റിയിരുന്നേ ഉള്ളൂ. അപ്പോഴത്തെ ഇതാണ് കാടിൻ്റെ നടുവിലുള്ള ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രദേശം. കല്ലട ഡാമാണ്, തെന്മല ഡാമെന്നൊക്കെ പറയും. അപ്പോൾ ആ ഡാമിലോട്ട് നമ്മളിങ്ങനെ ചോദിച്ച് പോകാമെന്ന് പറഞ്ഞ പോലെ പോവുകയാണ്. ഡാമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഡാം കാണാൻ പറ്റും. ഇതാണ് ഡാം. അപ്പോൾ ഡാമിലേക്ക് നമ്മൾ പതിയെ പോവുകയാണ്. കുഞ്ഞിതേ ഒരു വഴക്കൊക്കെ കേട്ടിട്ട് കിടക്കുകയാണ്. ഇതുണ്ടോ? അവളോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കുകയില്ല. അതിന് ഞാൻ 2 വഴക്കൊക്കെ പറഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിൽ കിടക്കുക അല്ലേടി. എന്നാലും ദേഷ്യം ഉണ്ടെങ്കിലും വാലാട്ടി കാണിക്കും കേട്ടോ. ഇതാണ് കുഞ്ഞിയുടെ അവസ്ഥ. കുശുക്കു എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക. ഇനി മണ്ട ചെല്ലുമ്പം കുഞ്ഞിയുടെ അവസ്ഥ എന്നാന്ന് മേളിൽ ചെന്നിട്ടറിയാം. പോ, എഴുന്നേറ്റ് വാ. അവിടെ കിടക്കാതെ എഴുന്നേക്ക്, പോകണ്ടേ? നടക്ക്. മിനിഞ്ഞാന്ന് ഡാമിൽ പോകാൻ നല്ല സുഖമായിരുന്നു അല്ലേ? ഇച്ചിരി നടന്നാൽ മതിയായിരുന്നു. അപ്പം മടിച്ചായി എൻ്റെ കള്ളിപ്പെണ്ണ്. ഇതുണ്ടോ തോളെ കിടക്കുക. മടുത്ത് പാവം മടുത്ത കൊണ്ട് ഞങ്ങൾ പതിയെ നടന്നാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് കുരങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കുരങ്ങിനെയൊന്നും ഞങ്ങൾക്ക് പേടിയില്ല. അല്ലേ കുഞ്ഞി? നിനക്ക് കുരങ്ങിനെ പേടിയുണ്ടോ? തോളെ കിടക്ക്, കയറി കിടക്ക്. ഒയ്യോ, കുരങ്ങിനെയൊന്നും ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾക്ക് ആ പേടിയുള്ളത് പട്ടീനെ മാത്രമാണ്. ഇറക്കടി കയറി. ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. എന്താണേലും ഞങ്ങൾ മേടിച്ചില്ല, അതിനാണ് പോകുന്നത്. എത്ര റിസ്ക് എടുത്താലും ഞങ്ങൾ മേടിച്ചെല്ലാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഗ്യാലറിയിലേക്കുള്ള വഴി, ഡാമിന് മുകളിലേക്കുള്ള വഴി. ഇവിടെ മരം വെട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴത്തെ ഇവിടെ മരം വെട്ടൊക്കെ നടക്കുന്ന കുഞ്ഞിനി മുകളിലോട്ട് നടക്കാം.
ഇറങ്ങിയോ. വാ ഹായ്. അപ്പോഴത്തേ ഇവിടെ മരം വെട്ട് പരിപാടികളൊക്കെ നടക്കും. കോട്ടെ ആ ഒരു കാശ്മീർ യാത്ര അല്ല, സൈക്കിളിൽ. പോവുക, പോയിക്കൊണ്ടിരിക്കുക. കോട്ടയത്തു നിന്ന് തുടങ്ങി, കുമരകത്തിൽ നിന്ന്. ഒരു മാസമായി. ആ 17 ദിവസം മഴ കൊണ്ടുപോയി. അന്ന് പാലത്തിൻ്റെ അടിയിലും പള്ളിയിലും അമ്പലത്തിലും. അടിഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ലീക്കുണ്ട് കേട്ടോ. അതൊക്കെ അടിഭാഗത്തൊക്കെ നല്ല ലീക്ക് കാണുന്നുണ്ട്. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ജനറേറ്റർ റൂം, ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇവിടെ പുതിയ ലൈനൊക്കെ വരാൻ വേണ്ടിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാ. അപ്പോഴത്തെ ഒരുത്തി എന്നാ ആകാശത്തോട്ട് നോക്കിയത്, ഒരുത്തി കയറ്റം കയറാൻ തുടങ്ങി. പതിയെ മതി, പതിയെ മതി. നീ ഓടിപ്പോകുന്ന പോലെ എനിക്ക് കയറി വരാൻ പറ്റിയല്ല. ഡാമിൻ്റെ വ്യൂ കണ്ടോളൂ. ഇതാണ് ഡാമിൻ്റെ വ്യൂ. അവൾ വെയിലത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതാണ്. മേളിൽ ചെല്ലുമ്പോൾ പട്ടികളും എല്ലാം കാണൂടി. കുഞ്ഞി ആ പൊക്കോ പൊക്കോ, കയറിപ്പോ. എൻ്റെ കൂടെ നിന്നോണം. ആ നിൽക്കട്ടെ നിൽക്കട്ടെ നിൽക്കട്ടെ. കയറി കയറിക്കോ കയറിക്കോ. ആ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക് നിൽക്ക്, അവിടെ നിൽക്കാൻ. ദേഷ്യപ്പെട്ടാലേ ഉള്ളൂ പെണ്ണ് നേരെ ആകത്തുള്ളൂ. കല്ലട എക്കോ ടൂറിസം എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നതല്ലാതെ ഇവിടെ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ഡാമിലൊരു മനുഷ്യക്കുഞ്ഞ് പോലുമില്ല. ഞാനും കുഞ്ഞിയും മാത്രം. ഇനി വല്ല പട്ടിയോ പൂച്ചയോ ഉണ്ടോയെന്നറിയില്ല. ഏതായാലും തൽക്കാലം ഞാനും കുഞ്ഞിയും മാത്രം. ഇവിടെ വല്ല കടയുണ്ടോ ആവോ? ഇല്ല, അതും ഇല്ല. പച്ചവെള്ളം വാങ്ങിക്കാനുള്ള സ്ഥലമില്ല. എക്കോ ടൂറിസം, പേര് ഇക്കോ ടൂറിസം. ആളുണ്ടോയെന്നറിയില്ല, നോക്കട്ടെ. വെള്ളം കുടിക്കാനുള്ള വകുപ്പ് കാണുമായിരിക്കും. ഇതിൻ്റെ മണ്ടയിലോട്ടൊക്കെ കെട്ടിക്കയറ്റി ഇട്ടിട്ടുണ്ട്. ആ ആയിക്കോട്ടെ. സാധിച്ചോ? എക്സിറ്റാ. അപ്പോൾ ഞാൻ എൻട്രി കൂടി അല്ല വന്നത്. വെഹിക്കിൾ പ്രൊഹിബിറ്റഡ്, ഡാം ടോപ്പിൽ വാഹനം നിരോധിച്ചിരിക്കുന്നു കേട്ടോ. നിൻ്റെ വാഹനം നീ ഇതിൻ്റെ ടോപ്പിലോട്ടൊന്നും കയറ്റിയേക്കല്ല് കേട്ടോ. നിൻ്റെ വാഹനം നീ ഡാം ടോപ്പിലോട്ടൊന്നും കയറ്റിയേക്കല്ല്. ഹായ് ബ്രോ. ഹലോ, ഹൗ ആർ യു? താങ്ക് യു. How is Kerala? Yes, I already reached here. കുഞ്ഞിപ്പെണ്ണേ, ഏത് കണ്ടോ? സ്വീഡനിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് നിന്നെ മീറ്റ് ചെയ്യുന്നത്. കണ്ടോടി? നമുക്ക് ആ മരത്തണലിൽ പോയി നിനക്ക് കിടക്കാം. നല്ല പുല്ലുണ്ട്. വാ, പൊക്കോ 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 പൊക്കോ. എവിടെയാണെന്നാ പൊക്കോ, എവിടെയാണെന്നാ പൊക്കോ. ഞാൻ പോവുക, ഞാൻ നിന്നെ വിട്ട്. നീ എവിടെയാണെന്നാ പോകൂ, നീ എവിടെയാണെന്നാ പോയി കിടന്നു. നല്ല സ്പോട്ട് നോക്കി പോയി കിടന്നോണം കേട്ടോ. ഞാൻ ദേ ഇവിടെ ടയറിൻ്റെ മേളിൽ ഇരിക്കാൻ പോവാ. വാ വാ. അവിടെ കിടന്നു. നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് അവിടെ കിടന്നു. ആ ഗുഡ് ഗേൾ. കുഞ്ഞി ഇവിടെ വന്നിട്ട് ഡാമിൻ്റെ മണ്ട വന്ന് കിടപ്പുണ്ട്. നല്ല സുഖമായിട്ട് സുഖിച്ച് ഇവിടെ കിടക്കുക ഒരു ബദാമിൻ്റെ അടിയിൽ. നീ അവിടെ കിടന്നോ, ഞാൻ പോവാണേ. അവിടെ കിടന്നു, ഞാൻ പോയിച്ച വീഡിയോ എടുത്തുകൊണ്ട് വരാം. നമ്മൾ ഡാമിൻ്റെ റിസർവോയർ ഏരിയയിലോട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞി അങ്ങ് അകലെ കിടപ്പുണ്ട്, അവളവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതാ മലങ്കര ഡാമിൻ്റെ
റിസർവോയർ ഏരിയയാണ് ഈ കാണുന്നത്. അങ്ങറ്റത്തുനിന്ന് മലയിടുക്കുകൾ നമുക്ക് കാണാൻ പറ്റും. മലഞ്ചെരുവിൻ്റെ നടുവിലായിട്ടിങ്ങനെ ഒരു 2-3 തുരുത്തുകൾ ഈ ഡാം നിർമ്മിച്ച് റിസർവോയറിൽ വെള്ളം കയറ്റിയത് മൂലം വെള്ളം കയറിപ്പോയ കുറച്ച് തുരുത്തുകൾ നമുക്കവിടെ കാണാൻ പറ്റും. അവിടെയൊക്കെ പോകാൻ പറ്റുമെന്നായിരുന്നു ഒരാളെന്നോട് പറഞ്ഞത്. പക്ഷേ അതായിരിക്കും ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു മേഖല. അവിടുന്ന് ബോട്ടിൽ പോയിട്ട് ആ തുരുത്തുകൾ കറങ്ങി വരുന്ന ഒരു ഇതായിരിക്കും. ചെറിയ അങ്ങകലം തൊട്ടേ തുരുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം കുന്നുകളൊക്കെ മൂടിപ്പോയതാണ് വെള്ളം കയറി. ഡാമിൻ്റെ റിസർവോയർ ഏരിയയിൽ ഉണ്ടായിരുന്ന കുന്നുകളൊക്കെയാണ്. അവിടെയൊക്കെ മുൻപ് ആൾതാമസം ഉണ്ടായിരുന്നതായിരിക്കണം. ഇതാണ് ഡാമിൻ്റെ ഒരു വ്യൂ. വെള്ളം കുറവാണ്. നമ്മൾ താഴെ ബോട്ടിംഗ് ഏരിയയിൽ പോയി നിന്നപ്പോൾ കണ്ട ഒരു ഫാമിലി, അവരെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റി. സ്വീഡനിൽ നിന്നുള്ള ഒരു ആളുണ്ടായിരുന്നു, സ്വീഡൻ സിറ്റിസൺ ഉണ്ടായിരുന്നു. പിന്നെ 2-3 നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുണ്ട്. സ്വീഡിഷിൻ്റെ ഒരു മോളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തുകാർ സ്വീഡിഷിനെ വിവാഹം കഴിച്ചതാണെന്ന് തോന്നുന്നു, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ റിസർവോയർ സൈഡിലോട്ട് വന്നതാണ്. കുഞ്ഞി അവിടെ ഒരു കല്ലിൻ്റെ ഇടയിൽ കല്ലിനോട് ചേർന്ന് കിടപ്പുണ്ട്. ഞാൻ ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവൾ കുരയ്ക്കും. ഇവിടം വരെ അവിടെ കണ്ണെത്തുന്ന ദൂരത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ റിസർവോയറിൻ്റെ ഒരു ഏരിയ. പല നദികളും പല പുഴകളും ഒക്കെ വന്ന് ചേരുന്ന ഒരു ഭാഗമാണ്. ഇത്ര വിശാലമായിട്ടുള്ള റിസർവോയർ നമുക്ക് കയറി കാണാൻ പറ്റുന്ന ഒരു റിസർവോയർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത തന്നെ അതായിരിക്കും. പാതി വഴി എന്നെ നോക്കുന്നുണ്ട്. അവിടുന്ന് കാണാൻ കിട്ടിയില്ലെങ്കിൽ അവൾ പാഞ്ഞു വരും. നോക്കട്ടെ, എവിടെ പോയാലും ഞാൻ തിരിച്ചു വരുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾക്ക് അങ്ങനത്തെ പേടിയില്ല. ആശാത്തി അവിടെ തന്നെ ഉണ്ട്, ഇങ്ങോട്ട് നോക്കി കിടപ്പുണ്ട്. മുങ്ങിയോ? ഇല്ല, കല്ലല്ല, എൻ്റെ പെണ്ണ് തന്നെയാണ് കിടക്കുന്നത്. അവിടെ പുല്ലും പുറത്ത് നല്ല തണുപ്പത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. താഴെ കാട്, മുകളിൽ പാറ, അതിന് മുകളിൽ വീണ്ടും കാട്. തൊടലിപ്പഴമൊക്കെ പഴുത്തു വരുന്നതേ ഉള്ളൂ. ജനുവരി മാസം ആകണമല്ലോ തൊടലിപ്പഴം കിട്ടാൻ. എല്ലാം പൂത്തു നിൽക്കുക. തൊണ്ടിപ്പഴം, തൊടലിപ്പഴം ഇതൊക്കെ കിട്ടണ ആ സമയം എടുത്തു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതാണ് തൊണ്ടിയുടെ സമയം. അപ്പോഴത്തെ കുഞ്ഞി അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഞാനും ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവുക. വൈകിട്ട് എവിടെയും ഒരു സ്റ്റേ നോക്കണം. സമയം ഏകദേശമൊക്കെ ആയി വരുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെങ്ങും സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെ പിന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറൊക്കെ കണ്ട് എവിടെയെങ്കിലും സ്റ്റേ തപ്പണം. അപ്പം നമുക്ക് മുമ്പോട്ട് പോകാം. ഇതൊരു പ്രത്യേകതരം മരമാണ്. നല്ല ഷേപ്പുണ്ട് ഈ മരത്തിന്. കറക്റ്റായിട്ട് നല്ല ലുക്കിലാണ് ഈ മരം നിൽക്കുന്നത്. ഇത്തരം കുറേ മരങ്ങളൊക്കെ നമ്മുടെ പാർക്കുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ കുട്ടികൾക്കൊക്കെ വൈകിട്ട് വന്ന് അതിൻ്റെ ചുവട്ടിലിരിക്കുവോ അതിൻ്റെ മണ്ടയിൽ തൂങ്ങി കളിക്കുവോ കുറേ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടാൽ പിള്ളേർക്ക് ആടാനൊക്കെ പറ്റും. കുഞ്ഞി മടുത്ത് കഴിഞ്ഞോ? എന്നാൽ പോകാം. പോകാറായോ? അതോ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? ഒരുത്തി ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനിങ്ങാന്ന് തോന്നുന്നു. പോണ്ടേ? പോണോ? ഡാം കാണണ്ടേ? എന്നാൽ നീ ഇവിടെ തന്നെ കിടന്നു, ഞാൻ ഡാമിൽ പോവുക. ഇത്രയും കതച്ചോ? നിന്നോട് മര്യാദയ്ക്ക് കയറിപ്പോരാൻ പറഞ്ഞതല്ലേ? അപ്പോൾ എന്നായിരുന്നു അഹങ്കാരം? മര്യാദയ്ക്ക് പതിയെ കയറിപ്പോന്നാൽ മതി, സ്റ്റെപ്പ് കയറിയാൽ മതിയെന്ന് പറഞ്ഞാണോ? കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇപ്പോൾ ക്യാമറ എടുത്തോട്ട് വരുമ്പോഴത്തേനും നാക്കകത്തോട്ട് കയറ്റുവേ. ഇടിയാ വെയിലത്തുനിന്ന് മാറിക്കിടക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിക്കിടക്ക്. വരുന്നോ? പോരുന്നോ? പോരാവോ? എടുക്കണോ? എടുക്കണോ? എന്തോ അടി കാണിക്കുന്നത്?
നാണമുണ്ടോ നിനക്ക്? ആണ്ട് അവിടെ പണി നടക്കുന്നുണ്ട്, അകത്ത് പൈപ്പിൻ്റെ പണി നടക്കുന്നുണ്ട്. അവിടെ വെൽഡ് ചെയ്തിട്ട് കൊട്ടുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. മനസ്സിലായോ നിനക്ക് വല്ലതും മനസ്സിലായോ? അതിന് ഗവിക്ക് പോകണം. ഗവിക്ക് പോകുമ്പോഴത്തേനും പൈപ്പ് പോകുന്ന കാണാം. പെൻ സ്റ്റോക്ക് പൈപ്പ് അറിയോ നിനക്ക്? നീ കണ്ടിട്ടുണ്ടോ ഈ പെൻ സ്റ്റോക്ക് പൈപ്പ്? ഉണ്ടോ? ഉണ്ടോടി? അപ്പോൾ അതെ, ഇതാണ് ഡാം. കണ്ടോ കുഞ്ഞി? നീ ഡാം കാണുവാണോ? വേണ്ട, ഡാം കാണാൻ വേണ്ടി ഒരുത്തി തലയിട്ട് നോക്കുന്നുണ്ട്. നോക്കിയോ ചെല്ലേ, കയറി നോക്ക്. ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്ക്. നോക്ക്, അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കേ. കാണുന്നുണ്ടോ? നോക്കിയേ. ഇല്ലെങ്കിൽ വാ. കാണുന്നില്ല പോര്. അടുത്ത സ്ഥലം വരുമ്പോൾ നമുക്ക് നോക്കാം. കുഞ്ഞി ഡാമിൻ്റെ അവിടെയൊക്കെ. അതെ, ഇവിടെ നോക്ക്. ഇവിടെ കയറി നോക്ക്. നോക്ക്. കയറി നോക്കി. നോക്കുന്നില്ല. എന്നാ ഓടിക്കോ. അവിടെ വെൽഡിങ് നടക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വെൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പോയി ഇടയിൽ കയറി നിന്ന പോലെ നിന്ന് അതിൻ്റെ ഇടയിൽ പോയി കയറി നിന്നേക്കല്ലേ കേട്ടല്ലോ. എന്നിട്ട് കറണ്ട് അടിച്ചിട്ട് അയ്യോ പൊത്തോ എന്നും പറഞ്ഞ റോഡല്ലേ. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിലൂടെ എക്സിറ്റ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്, വെൽഡിങ്ങിൻ്റെ പണികളൊക്കെ. സ്പൈറൽ സ്റ്റെയറിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ഇവിടെ നല്ല ആഴത്തിൽ വെള്ളം വന്ന് വീഴുന്ന ഒരു ഭാഗം കാണാം. അതുപോലെ തന്നെ പവർ ഹൗസ് ഇവിടെ കാണാം. നമ്മളിപ്പോൾ ഡാമിൻ്റെ ഏകദേശം സെൻറ്ററിലോട്ട് വന്ന് സെൻട്രൽ പോർഷനാണ്. തമിഴ്നാട്ടിലാണോ ഞാൻ? മൊത്തം തമിഴിലാണല്ലോ എഴുതി വച്ചിരിക്കുന്നത്. നോ അഡ്മിഷൻ, പ്രവേശനമില്ല. ഇതാണ് നമ്മുടെ ഷട്ടർ സൈഡ്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിങ്ങിൻ്റെയാണ് ഷട്ടർ സൈഡെല്ലാം ഇത് മോട്ടർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനെ ഇരിക്കാൻ പിടിയല്ല. അതിന് മോട്ടർ വെച്ച് ലിവർ ചെയ്തിട്ട് ഒരു മോട്ടറിൽ നിന്നാണ് 2 ഷട്ടർ പൊങ്ങുന്നത്. ഇതാണ് ആ സിസ്റ്റം. ഇതുണ്ടോ മോട്ടർ സെൻറ്ററിലിരിക്കുന്നത്? മോട്ടറാണോ കംപ്രസറാണോ എന്നറിയില്ല. അതിൻ്റെ ഗിയർ സിസ്റ്റമാണിത്. അവിടുന്ന് ഒരു ഷാഫ്റ്റ് വന്നിട്ടാണ് ഈ ഷട്ടറിനെ പൊക്കുന്നത്. ഇവിടെ 2, 4, 6 ഷട്ടറാണുള്ളത്. 6 ഷട്ടറാണുള്ളത്. നമുക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കിവിടുന്ന് ഇത് വെള്ളം ചാടുന്നത് കാണാൻ പറ്റിയല്ല. മറ്റേ ഇറിഗേഷൻ പ്രോജക്റ്റിലാണ് വെള്ളം ചാടുന്നത് കാണാൻ പറ്റും. ഇതങ്ങനെ നമുക്ക് പറ്റിയല്ല. അങ്ങോട്ടാണ് പോയി വെള്ളം വീഴുന്നത്. അതാണ് അവിടെ നല്ല ഗ്രീൻ കളറിൽ കിടക്കുന്ന നല്ല ഡീപ്പാണത്. ഷട്ടർ തുറക്കേണ്ടി വരുമ്പം അത്ര ഡീപ്പിലോട്ട് ചെന്ന് ഇടിച്ചിട്ടാണ് വെള്ളം പിന്നെ അങ്ങോട്ട് ഫ്ലോ ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്ന് അവിടുത്തെ ആ ഒരു തൂക്കുപാലമുണ്ട്, അതിലൂടെ കയറി വേണം തിരിച്ചു പോകാൻ. അവിടെ നിന്നാണ് ഞാൻ മുമ്പേ കല്ലട ഡാമിൻ്റെ വ്യൂ എടുത്തത്. ഇതാ നമ്മുടെ സൈക്കിൾ അവിടെയാണ് ഇരിക്കുന്നത്. തിരിച്ച് ചെല്ലുമ്പം കാണുമോ ഇല്ലയോ എന്ന് സംശയമാണെന്നാണ് പറഞ്ഞത്. കുരങ്ങന്മാർ അത്രയ്ക്ക് ഇതാണ്. നമ്മളിരുന്ന ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ ക്ലിയറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നതിൽ ഈ ഇക്കോ ടൂറിസം നല്ല രീതിയിൽ പോകും. പക്ഷേ ഉണ്ടാക്കിയിടുക, നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ തത്വം. അതുതന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കിയിടുക, അതവിടെ കിടന്ന് പോവുക, പിന്നെയും ഉണ്ടാക്കിയിടുക, പിന്നെയും കിടന്ന് പോവുക. നോ ഐഡിയ. അതാണ് ഗുണം.
Jungle.